ഇന്നലെ ഞാൻ ചോദിച്ച ഒരു ചോദ്യം ഓർമ്മയുണ്ടോ? നമ്മൾ കഴിക്കേണ്ട ആഹാരമാണോ ഇപ്പോൾ വണ്ടിയിൽ ഒഴിക്കുന്നത്? 1. കരിമ്പ് മാത്രമല്ല. എത്താനോൾ ഇനി കരിമ്പിൽ മാത്രം ഒതുങ്ങുന്നില്ല. ചോളം, അരി പോലുള്ള നമ്മൾ നേരിട്ട് കഴിക്കുന്ന വിളകളും ഇന്ധനമാക്കാൻ ഉപയോഗിക്കുന്നു. 2. ഫുഡ് വേഴ്സസ് ഫ്യൂൽ പ്രശ്നം. ആഹാരമായി ഉപയോഗിക്കേണ്ട വിളകൾ ഇന്ധനമായി മാറുമ്പോൾ ഭക്ഷ്യവില ഉയരാൻ സാധ്യതയുണ്ട്. അതിന്റെ ബാധ്യത നേരിട്ട് സാധാരണ ആളിനാണ്. 3. വെള്ളപ്രശ്നം. കരിമ്പും ചോളവും വളരെ കൂടുതൽ വെള്ളം ആവശ്യപ്പെടുന്ന വിളകളാണ്. വാട്ടർ സ്ട്രെസ്ഡ് രാജ്യമായ ഇന്ത്യയ്ക്ക് ഇത് വലിയ വെല്ലുവിളിയാണ്. 4. ആർക്ക് ലാഭം? ഷുഗർ മിൽസ് ചില വലിയ കർഷകർക്കും ലാഭമുണ്ടാകും. പക്ഷേ എല്ലാ കർഷകർക്കും ഈ നേട്ടം ഒരുപോലെ കിട്ടണമെന്നില്ല. 5. സാധാരണ വാഹന ഉടമ മൈലേജ് കുറയാം, മെയിന്റനൻസ് ചെലവ് കൂടാം. അവസാനം വില കൊടുക്കുന്നത് വണ്ടി ഉപയോഗിക്കുന്ന നമ്മളാണ്. അപ്പോൾ ചോദ്യമിതാണ്, E20 ശരിക്കും ആർക്ക് ഗുണം? ആർക്കാണ് നഷ്ടം? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. ഇത്തരത്തിലുള്ള വാഹന സത്യങ്ങൾക്കായി മോട്ടോർ പീഡിക ഫോളോ ചെയ്യൂ.